ഇത് കണ്ടോ, ഞാനിന്ന് എടുത്തിരിക്കുന്നത് നാടൻ കോഴിയായിട്ട്. എനിക്കിന്നൊരു നാടൻ കോഴീനെ കിട്ടി. അപ്പോൾ ഇത് 1 കിലോ ഉണ്ട്. അപ്പോൾ ഇതിനെ കൊണ്ട് നമുക്ക് ജീരകക്കോഴി ഉണ്ടാക്കാം. സാധാരണ പിന്നെ കർക്കിടക മാസത്തിലൊക്കെയാണ് ഈ ജീരകക്കോഴി ഉണ്ടാക്കുക. നമ്മളെ ഹെൽത്തിന് നല്ലതാണെന്ന് പറയും. അപ്പോൾ എനിക്കിതിപ്പോൾ നാടൻ കോഴി കിട്ടിയപ്പോൾ ഞാൻ വിചാരിച്ചൊന്ന് ഉണ്ടാക്കിക്കളാമെന്ന് കേട്ടോ. അങ്ങനെയാണ് ഈ ജീരകക്കോഴീൻ്റെ പ്ലാൻ വന്നത്. ആദ്യം തന്നെ നമ്മൾ ഇതാ ഈ ഇൻഗ്രീഡിയൻസ് കണ്ടില്ലേ? കുറച്ച് വെളുത്തുള്ളി, 2 സ്പൂണ് നല്ല ജീരകമാണ് കേട്ടോ. ഒരു ചെറിയൊരു സ്പൂണിൻ്റെ ഒരു പകുതി ഹാഫ് നമുക്ക് ഉലുവ എടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ കുറച്ച് കുരുമുളകും. ഇത് 4ഉം കൂടെ നന്നായിട്ട് മിക്സിയിലിട്ടിട്ട് നമുക്കൊരു പേസ്റ്റ് രൂപത്തിലാക്കാം. എന്നിട്ട് ഇത് നമ്മുടെ ഈ ചിക്കനിൽ പുരട്ടി വെക്കണം. അപ്പോൾ നമ്മുടെ ഈ പേസ്റ്റ് റെഡി ആയിട്ടിട്ട് അത് ഞാനിതിലേക്ക് ഇട്ടു. ഇനി കുറച്ച് മഞ്ഞൾപ്പൊടി. ഇതിലേക്ക് നമ്മൾ എരിവിന് മുളക് പൊടി ചേർക്കണ്ട കേട്ടോ. ഇത് നമ്മൾ കുരുമുളകാണ് ചേർക്കുക. അതുപോലെ തന്നെ മല്ലിപ്പൊടി, പിന്നെ ഉപ്പ്, കുറച്ചുപ്പ്. ഇതെല്ലാം കൂടെ ചേർത്തിട്ട് നന്നായിട്ട് കുഴച്ച് മാരിനേറ്റ് ചെയ്ത് വെക്കുക. കുറച്ച് നേരം ഇതിൽ നമ്മൾ ഈ മസാലയൊക്കെ പിടിക്കട്ടെ. ഞാനിത് അടുപ്പത്ത് വെച്ചിട്ടാണ് വേവിക്കാൻ പോകുന്നത് കേട്ടോ. അടുപ്പത്ത് കുടുക്കയിൽ വെച്ചുണ്ടാക്കിയാൽ ഒരു പ്രത്യേക ടേസ്റ്റാണ് ഇതിനൊക്കെ. ഇതാ പിന്നെ നമ്മുടെ ജീരകക്കോഴിയിലേക്കുള്ള ചെറിയുള്ളിയൊക്കെ നന്നാക്കി റെഡിയാക്കിയിട്ടുണ്ട്. ഞാനൊരു ചെറിയൊരു പ്ലേറ്റോളം ചെറിയുള്ളി എടുത്തിട്ടുണ്ട് കേട്ടോ. ചെറിയുള്ളി കൂടുതൽ എടുത്താൽ അത്രയും ടേസ്റ്റ് ഉണ്ടാകും. സവാള എടുക്കുന്നതിന് നല്ലത് ചെറിയുള്ളിയാണ് കൂടുതൽ ടേസ്റ്റ് ഉണ്ടാവുക. ഇനി നമുക്ക് ഇത് പാചകം ചെയ്യാം. അപ്പോൾ നമ്മൾ അടുപ്പത്ത് വെച്ചിട്ട് കലത്തിൽ വെച്ചിട്ടാണ് നമ്മൾ ഇന്ന് ജീരകക്കോഴി ഉണ്ടാക്കാൻ പോകുന്നത് കേട്ടോ. ഞാൻ ഇതാ കലമൊക്കെ കഴുകി നന്നാക്കി അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. ഞാൻ സ്ഥിരമായിട്ട് മട്ടനും ബീഫും ചിക്കനൊക്കെ ഉണ്ടാക്കുന്നൊരു കലമാണ് ഇത്. നമ്മുടെ കല നന്നായിട്ട് ചൂടായിട്ടുണ്ട്. അപ്പോൾ നമുക്കതിലേക്ക് ആവശ്യത്തിന് വെളിച്ചെണ്ണ ഒഴിക്കാം. വെളിച്ചെണ്ണ നന്നായിട്ട് കായട്ടെ. എന്നിട്ട് നമുക്ക് ചെറിയ ഉള്ളി ഇടാം. നമ്മുടെ വെളിച്ചെണ്ണ നന്നായിട്ട് ചൂടായിട്ടുണ്ട്. അപ്പം അതിലേക്ക് നമുക്ക് ചെറിയ ഉള്ളി ഇടാം. പിന്നെ കുറച്ച് കറിവേപ്പില ഇട്ടിട്ട് അതിട്ട് രണ്ടും കൂടെ നന്നായിട്ട് ഇളകാം. ചെറിയ ഉള്ളി നന്നായിട്ട് വാടി വരട്ടെ. ഉള്ളി നന്നായിട്ട് വാടിയതിന് ശേഷം നമ്മൾ ഈ മാരിനേറ്റ് ചെയ്ത് നമ്മുടെ ചിക്കൻ ഇതിലേക്ക് ഇട്ട് കൊടുക്കട്ടെ. അപ്പോൾ ഞാൻ ഇതിൽ കുക്കറിലൊന്നും അടുപ്പിച്ചിട്ടില്ല. അത് വേവ് കുറവാണ്. 5-6 മാസം പ്രായമുള്ള കോഴിയാണ്. അപ്പോൾ അത് വേവ് കുറവാണ്. അപ്പോൾ അതുകൊണ്ട് അടുപ്പത്ത് തന്നെ വെച്ച് വേവിക്കാമെന്ന് കരുതി. ഡ്രൈ ആയിട്ടാണ് ഞാൻ ഉണ്ടാക്കാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഇതിൽ നിന്ന് തന്നെ വെള്ളം ഇറങ്ങുമല്ലോ. അപ്പോൾ ഈ വെള്ളം മതി. ഇനി ചിക്കൻ നന്നായിട്ട് വെന്ത് വരട്ടെ. അടച്ചിട്ടിട്ട് നമുക്ക് വേവിക്കാം. ഇത് കണ്ടോ, നമ്മുടെ ചിക്കൻ നല്ല അടിപൊളിയായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. ഇനൊന്നും കൂടെ കുറുകട്ടെ. തീരെ വെള്ളം നമ്മൾ ഒഴിച്ചില്ലല്ലോ, പക്ഷെ ഇതിൽ വെള്ളം കണ്ടില്ലേ. ഇതൊന്നും കൂടെ കുറുകി വരട്ടെ. അപ്പോഴത്തേക്ക് നമുക്ക് ഒരു തേങ്ങ പിഴിഞ്ഞിട്ട് അതിൻ്റെ പാലെടുത്ത് വെക്കാം. തേങ്ങാപ്പാൽ ഒഴിച്ചാൽ നല്ല ടേസ്റ്റ് ഉണ്ടാവും കേട്ടോ. അപ്പോൾ നമ്മുടെ ജീരകക്കോഴി നന്നായിട്ട് വെച്ച് വന്നിട്ടുണ്ട്. നമ്മൾ അവസാന ഘട്ട പണിയിലേക്കാണ് കേട്ടോ. അപ്പോൾ ഇനി നമ്മൾ ഇതിലേക്ക് കുറച്ച് കുരുമുളക് പൊടി, നമ്മൾ എരിവിനായിട്ട് ആകെ കുറച്ച് കുരുമുളകല്ലേ ചേർത്തുള്ളൂ. ബാക്കി കുരുമുളക് പൊടി നമുക്ക് എരിവിനനുസരിച്ച് ആഡ് ചെയ്യാം. പിന്നെ നമ്മളെടുത്ത് വെച്ച് ഈ തേങ്ങാപ്പാൽ ചേർത്ത് മിക്സ് ചെയ്യാം. തേങ്ങാപ്പാൽ ഒഴിച്ചിട്ട് ജസ്റ്റ് ഒന്ന് വച്ചാൽ മതി കേട്ടോ. അപ്പം നമ്മുടെ ജീരകക്കോഴി റെഡി ആയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് വറവിട്ട് കൊടുക്കാം. നമ്മൾ വറവിടാൻ പോവുകയാണേ. ചീഞ്ചട്ടി വെച്ചിട്ടുണ്ട്. കുറച്ച് വെളിച്ചെണ്ണ ഒഴിക്കുക. വെളിച്ചെണ്ണ കാഞ്ഞ് വരട്ടെ. എന്നിട്ട് നമുക്ക് ഉള്ളി ഇടാം. കുറച്ച് ചെറിയ ഉള്ളി എടുത്തിട്ട് ചെറുതായിട്ട് അരിഞ്ഞിട്ടുണ്ട്. അത് നമുക്ക് മൂപ്പിക്കാം. നമ്മുടെ ഉള്ളി മൂത്ത് വന്നിട്ടുണ്ട്. ഇത് നമുക്ക് കറിയിലേക്ക് ഒഴിക്കാം കേട്ടോ.
അപ്പോൾ നമ്മുടെ ജീരകക്കോഴി റെഡി. ഗായ്സ്, എൻ്റെ അമ്മ ഉണ്ടാക്കിയ ജീരക ചിക്കൻ നമുക്കൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാം. ഗായ്സ്, ഒന്നും പറയണ്ട, സൂപ്പറാണ്. ചിക്കൻ സൂപ്പിൻ്റെ ഒരു ടേസ്റ്റ്, നല്ല മെഡിസിനൽ ടേസ്റ്റ്. ബൈ ബൈ, നമുക്ക് അടുത്ത വീഡിയോ കാണാം.